ഹായ് ഫ്രണ്ട്സ്, ആമീസ് റെസിപ്പിയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മഷ്റൂം മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. പലതരം മഷ്റൂം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു ടൈപ്പാണ് വാങ്ങാറ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൂണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്ത മഷ്റൂം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ അതിൻ്റെ തണ്ടോട് കൂടിയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മഷ്റൂം എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാ മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേഷന് വെക്കാം. ഓൾറെഡി നമ്മൾ പൊടികളെല്ലാം ഇട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് എക്സ്ട്രാ മസാലയുടെ ആവശ്യമില്ല. ഗ്രേവിക്ക് ആവശ്യമായ ഒരു വലിയ സൈസ് തക്കാളി, മീഡിയം സൈസ് സവോള, 2 വെളുത്തുള്ളി, കാഷ്യൂനട്ട് എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കാഷ്യൂനട്ടും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫൈനാക്കി അരച്ചെടുക്കാവുന്നതാണ്. ഇതിനി ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് പാൻ ചൂടായ ശേഷം വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്തൊന്ന് വഴറ്റി മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ചൂടായ മഷ്റൂമിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ച സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, വെള്ളം അധികം ചേർക്കരുത്. കാരണം ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. അതുകൊണ്ട് ഫ്ലെയിം ഇച്ചിരി കൂട്ടിയാണ് ഇട്ട് വേവിക്കേണ്ടത് ആദ്യം. അതിനുശേഷം ഇനി ഇതിലേക്ക് തക്കാളി കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ കറിയിലേക്ക് അധികം വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതേപോലെ കുറുക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മഷ്റൂം മസാലക്കറി റെഡി. ചൂടോടുകൂടെ സെർവ് ചെയ്യാവുന്നതാണ്. പൊറോട്ട, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണേ. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസിൻ്റെ ഒക്കെ ഒരു ഫേവററ്റ് ഡിഷ് കൂടിയാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.